ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിപ്പോൾ ഉള്ളത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിലാണ്. എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചാൽ ഗോവയിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഗോവയ്ക്ക് പോയിട്ട് വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നതിന് നല്ല സമയം വേണം കേട്ടോ. അപ്പം ഞങ്ങൾ മംഗലാപുരത്തേക്ക് ഏർലി മോർണിംഗ് എത്തി. വന്ദേ ഭാരതിലേക്ക് ഗോവയിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷൻസ് ആണ്. അതിന്റെ ഡോർസ് ഒന്നും ഓപ്പൺ ആവാനായിട്ട് ഒരുപോലല്ലേ ഓപ്പൺ ആവുള്ളൂ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ടൈമാണ് വന്ദേ ഭാരതിൽ ട്രാവൽ ചെയ്യുന്നത്. ഒരു കുട്ടി പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ബോഗിയിൽ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ നമ്മുടെ തെക്കോട്ടൊക്കെ എറണാകുളത്ത് നിന്ന് പോകുന്ന വന്ദേ ഭാരതൊക്കെ വളരെ റഷായിട്ട് ഞാൻ കാണാറുണ്ട്. സീറ്റ്സ് ഒന്നും കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഫുൾ പാക്കേജിലാണ് പോകുന്നത്. ഇതിൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വളഞ്ഞ വഴിയിലൂടെയാണ്. ഡയറക്റ്റ് ആയിട്ട് ഗോവയിലേക്ക് ടിക്കറ്റ്സ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ടിക്കറ്റുകൾ ഞങ്ങൾ തന്നെ ഇവിടെ നിന്നുള്ള ടിക്കറ്റ്സ് ഞങ്ങൾ തന്നെ എടുക്കുകയാണ്. അവിടെ നിന്നുള്ള പാക്കേജുകളാണ് അവരുടെ എന്ന് പറയുന്നത്. തലശ്ശേരിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പാതിരാത്രിയിൽ ട്രെയിൻ കയറി, എന്നിട്ട് ഏർലി മോർണിംഗ് 8 o'clock വന്ദേ ഭാരതിനാണ് ഇപ്പൊ കയറിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഡബിൾ ട്രെയിൻ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ചെയർ കാർ ഓപ്ഷൻ ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിരുന്നു ജേർണി എന്ന് പറയുന്നത്. നല്ല ഒരു വലിയ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് സീനറീസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഷിരൂർ, കാർവ ആ ഒരു ഏരിയ ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ കാണാൻ. ട്രെയിനിൽ കൂടെ പോകുമ്പോഴേക്കും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഒത്തിരി കാണാനുണ്ട്. സൈഡ് വ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനിൽ കൂടെ ആണെങ്കിലും. പിന്നെ പാക്കേജ് ഡീറ്റെയിൽസ് വന്നിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഇൻവെന്റീവ് ഹോളിഡേയ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആണ്. അവരുടെ പാക്കേജ് ഇൻക്ലൂഷൻ വിത്ത് ഹോട്ടൽ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ഇൻ AC ഡീലക്സ് റൂം, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ഫോർ 2 days, പിക്കപ്സ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി, പിന്നെ 1 day സൈറ്റ് സീയിങ് ഓഫ് നോർത്ത് ഗോവ, പിന്നെ 1 day സൈറ്റ് സീയിങ് ഓഫ് സൗത്ത് ഗോവ, ഫ്രീ യൂസ് ഓഫ് സ്വിമ്മിംഗ് പൂൾസ്, 24 hours ഫ്രീ വൈഫൈ ഫെസിലിറ്റി. പാക്കേജ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് എനി ടൈപ്പ് ഓഫ് പേഴ്സണൽ എക്സ്പെൻസസ്, എൻട്രി ഫീ ഓർ റൈഡ്സ് അതൊക്കെയായിരുന്നു. അങ്ങനെ മഡ്ഗോൺ സ്റ്റേഷനിലെത്തി. ഇത് ലച്ചുക്കുട്ടൻ പറഞ്ഞത് ഇതാണ് ഗോവ പാലം എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങൾ പാക്കേജ് എടുക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മോള് ഉള്ളത് കൊണ്ടാണ്. ശരിക്കും ട്രിപ്പുകൾക്ക് ഒരു ബാച്ചിലേഴ്സ് ആണ് അല്ലെങ്കിൽ കപ്പിൾസ് ആണ് പോകുന്നതെങ്കിൽ അവർക്കൊരു പാക്കേജിന്റെ ആവശ്യം ഇല്ല. എന്നാലും നമ്മളൊരു സേഫ്റ്റിക്കും അറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോഴും കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അപ് ടു ഡേറ്റ് ആയിട്ട് ടൈം ഓർഡറിനനുസരിച്ചെല്ലാം നടക്കുന്നത് പാക്കേജ് ത്രൂ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്കൊരു സേഫ് ആയിട്ട് പോകാൻ പറ്റുക എന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളവിടെ റൂം എടുത്തിരുന്നത് ബെൽസ് ബീച്ച് റിസോർട്ടായിരുന്നു. ഞങ്ങളുടെ അക്കോമഡേഷൻ അവർ ശരിയാക്കി തന്നത്. അവിടെ അടുത്തുള്ളത് കലങ്കോട്ട് ബീച്ച് ആയിരുന്നു. പാക്കേജ് എടുത്താലും മോസ്റ്റ് ആയിട്ടും ഗുണം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമുക്ക് എവിടെയും വെഹിക്കിളിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 2-wheeലറിനൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. റെന്റിന് ബൈക്ക് എടുക്കുക. പക്ഷെ അതൊക്കെ ഒന്ന് തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാവും. അതിന് നല്ലത് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഏറ്റവും സേഫ്. ഞങ്ങളുടെ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സൗകര്യമുള്ള ഒരു റിസോർട്ടായിരുന്നു. അവിടുന്ന് അടുത്തുനിന്ന് ഫസ്റ്റ് ഡേ നമുക്ക് തന്നെ നമ്മളുടെ ഓൺ രീതിയിൽ നമുക്ക് പോയി എന്റർടൈൻ ചെയ്യാം എന്നുള്ളതാണ്. സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ആണ് ശരിക്കും അവരുടെ പാക്കേജ് തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ അന്ന് ഞങ്ങൾ റൂമിൽ പോയി ഫ്രഷായി ഉച്ചയ്ക്ക് എത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, ഫുഡും കഴിച്ചിട്ട് നേരെ തന്നെ അടുത്തുള്ള ബീച്ചിലേക്ക് പോയി. കലങ്കോട്ട് ബീച്ചിലേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തന്നെ കണ്ടത് ഒരു ഗോൾഡൻ മാനെ ആയിരുന്നു. ലച്ചു കണ്ടിട്ട് കുറേ സമയം പേടിച്ച് നിന്ന് പോയി. ഒരു ഷേക്ക് ഹാൻഡ് പിന്നെ കൊടുത്ത് പേടിയൊക്കെ മാറി. പിന്നെ ചുറ്റും സ്ട്രീറ്റ്സ് ആണ്, വൈൻ ഷോപ്പ്, ബിയർ ഷോപ്പ്, അത് മാത്രമേ ഉള്ളൂ അവിടെ. നേരെ ബീച്ചിലേക്ക് പോയി. ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. നമ്മുടെയൊക്കെ നാട്ടിലുള്ള ബീച്ച് പോലെ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോവ എന്ന് പറയുമ്പോൾ ഫ്രീ എന്നുള്ളതാണ്. നമ്മൾ എന്തിട്ടാലും എങ്ങനെ നടന്നാലും ആരും മൈൻഡ് ചെയ്യില്ല. മൈൻഡ് ചെയ്യും കേട്ടോ മലയാളികൾ. എന്താ നല്ല അഭിപ്രായമല്ലേ മലയാളികൾ. വേറെ ഒന്നും വിചാരിക്കരുത്, അവർ മാത്രമേ അങ്ങനെ ശ്രദ്ധിക്കുകയുള്ളൂ. വേറെ ഒരു മനുഷ്യൻ അവിടെ നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കുക കൂടിയില്ല. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് അടിച്ചു പൊളിക്കാൻ ആർമാദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഗോവ എന്ന് പറയുന്നത്. അപ്പം ഈ കലങ്കോട്ട് ബീച്ച് എന്ന് പറയുന്നത് നോർത്ത് ഗോവയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. വൈഡ്ലി നോൺ ആസ് ക്വീൻ ഓഫ് ഗോവാസ് ബീച്ചസ്. ഹിയർ ഹോളിഡേയ്സ് ആൻഡ് ബീച്ച് ഷോസ് ഡ്രോ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ. സീ വളരെ റഫാണ്, സ്ഥലം വളരെ ക്രൗഡഡ് ആണ്. നല്ല ഒരു വൈഡായിട്ട് കിടക്കുന്ന ഒരു ബീച്ച്. അവിടെ ഉള്ളതിൽ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഒരു ബീച്ച് എന്ന് പറയാം. അതിൻ്റെ ഒരു വ്യൂ ഓഫ് സ്ട്രെച്ച് എന്ന് പറയുന്നതും വളരെ അമേസിങ് ആണ്. പിന്നെ എവിടെ ചെന്നാലും നമ്മളെ കൊത്തിപ്പറിക്കാൻ കുറേ പേരുണ്ടാവും. വേറെ ആരുമല്ല, ഈ ഫോട്ടോഗ്രാഫേഴ്സ്. എത്ര ഫോണുണ്ട്, നമ്മൾ എങ്ങനെയൊക്കെ ഫോട്ടോസ് എടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞാലും അവരെടുക്കുന്ന ഫോട്ടോസ് പോലെ ആവില്ല. എന്നാലും ഇവരത് എടുപ്പിച്ചിട്ടേ വിടുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാർഗൈനിങ് നടക്കും. 1300 ആയിട്ടുള്ള ഒരു ഐറ്റം 150 rupees ഞങ്ങൾ വാങ്ങിച്ചൊരു സ്റ്റോറി വേറെ ഉണ്ട്. പിന്നെ ചില ഷോപ്പുകളിൽ ഫിക്സഡ് റേറ്റ് ആയിരിക്കും കേട്ടോ. അവിടെ ഈ പറഞ്ഞ പോലെ ബാർഗൈനിങ് ഒന്നും നടക്കില്ല. അങ്ങനെ ബീച്ച് എൻജോയ് ചെയ്തു, അവിടെയുള്ള അട്രാക്ഷൻസ് കണ്ടു, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു വന്നു. ഡിന്നർ അറ്റാക്കിനുള്ള സമയമായിട്ടാണ് ഉള്ളത്. അന്നത്തെ ദിവസം എന്തായാലും നല്ല ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് കിട്ടും. നല്ല പീസ്ഫുൾ ആയിട്ട് ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റി. ബിക്കോസ് നമുക്കറിയാവുന്നവരാരും ചുറ്റും ഇല്ലല്ലോ. ഡേ 2 പാക്കേജിൽ കലങ്കോട്ട് ബീച്ച് ഇൻവോൾവ് ആണ്. പക്ഷേ ഞങ്ങൾ പ്ലാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ബിക്കോസ്
ദിവസം ഞങ്ങൾ തലേ ദിവസം തന്നെ കലങ്കൂട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഏരിയാസ് നല്ല രീതിയിൽ കവർ ചെയ്യാമെന്ന് കരുതിയിട്ട് അത് ഞങ്ങൾ പാക്കേജിൽ നിന്ന് മാറ്റിയിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു റിസോർട്ടിൽ എനിക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ കൊടുക്കാൻ പറ്റുന്ന ഒന്നുമില്ല. ഫുഡാണെങ്കിലും നമ്മുടെ സർവീസുകളാണെങ്കിലും റൂം ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഇനിയുള്ളതൊന്നും വീഡിയോ എടുക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ല, കാരണം അറ്റാക്കിങ് തുടങ്ങാൻ പോവുകയാണ്. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ ആരെയും ഇൻവോൾവ് ചെയ്യിക്കില്ല. അപ്പോൾ വരും ദിവസങ്ങളിലുള്ള വീഡിയോസ് വീണ്ടും ഷെയർ ചെയ്യാം. ബൈ ബൈ. Goodbye.